നമ്മൾ ഈ പറയുന്ന ഈ അനുഭവിക്കുന്ന സമയം എന്ന് പറയുമല്ലോ, റിസ്ക് എടുക്കുന്ന സമയം, ആ സമയത്ത് നമ്മളുടെ മൈൻഡ് സാധാരണ രീതിയിൽ ആയിരിക്കത്തില്ല പ്രവർത്തിക്കുന്നത്. എനിക്ക് ബെന്നി സാറൊക്കെ കുറച്ചുകൂടെ സേഫ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഈ ബൈക്ക് റൈഡ് ആണെങ്കിലും ഞങ്ങൾ പോകുന്നതാണെങ്കിലും അല്ലാത്ത എപ്പോഴും ഒരു ഭീതി മുന്നിലുണ്ട്, ഒരു മരണഭീതി മുന്നിലുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്നതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് അത് വേറൊന്നു തന്നെ. അത് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ചെറിയൊരു ട്രാവൽസ് ഉണ്ട്, ഇൻസ്പയർഡ് ബൈ ദ ചേട്ടൻ. ചെറിയൊരു ട്രാവൽ കമ്പനിയാണ്, പതുക്കെ ഡെവലപ്പ് ചെയ്തു. ഞാൻ ചെറുതിലെ മുതൽ ഡ്രൈവ് ചെയ്യും. ഈ ഡ്രൈവ് എല്ലാ വെഹിക്കിൾസും ഡ്രൈവ് ചെയ്യും, എല്ലാ ഹെവി. പിന്നെ 13 ലൈസൻസുകളുണ്ട്, അതിൽ ഒരെണ്ണം JVC-യുടെ. അമ്മയായിട്ടൊക്കെ കോൺടാക്ട്. അപ്പൊ എല്ലാ വെഹിക്കിൾസും ഉണ്ട്, കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ അകത്തൂടെ എന്ത് ചെയ്യാന്നുള്ള എന്റെ ഒരു കഴിവ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാന്നുള്ള തോട്ടാണ് മോട്ടോർ സ്പോർട്സിലേക്ക് വന്നത്. ഒരു 12 വർഷമായിട്ട് മോട്ടോർ സ്പോർട്സ് രംഗത്ത് സജീവമാണ്. ഇനിഷ്യലി നമ്മൾ ഇറങ്ങിയ സമയത്ത് അധികം ലേഡീസ് ഇല്ല, ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. ചെക്കന്മാരും ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത് ഓഫ് റോഡിങ് രംഗത്തുള്ള നമ്മുടെ അപർണ. അതെ. അപ്പം ഇതിന്റെ അകത്തുനിന്ന് എന്തൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അഡ്വഞ്ചർ സ്പോർട്സ്. ഇപ്പൊ ഞാൻ നാഷണൽ റാലി ഡ്രൈവ് ചെയ്യുന്നത്, സ്പീഡ് WRC ഉണ്ട്, വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പ്. അതിന്റെ ഇന്ത്യൻ വേർഷൻ റെഗുലർ ആയിട്ട് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. സ്പീഡ് റാലി കേരളത്തിലെ ആദ്യത്തെ റാലി ലേഡി ഡ്രൈവർ. അതെ. അപ്പൊ അങ്ങനെ വാഹനമായിട്ടുള്ള ബന്ധപ്പെട്ട് സമാധാനം ഉണ്ടോ? ഞാൻ ഹാപ്പിയാണ്. അത് മതി, ഏറ്റവും പ്രധാനം. രമേശിനുള്ള മറുപടി അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇത്രയും ധൈര്യശാലിയായ പേരെങ്ങനായിരുന്നു? ആതിര ഇവിടുന്ന് ഈ നിലവിലെ മൊബൈൽ സംവിധാനങ്ങളും GPS എല്ലാം ഉള്ള സംവിധാനമായിട്ട് പോകുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു റൂറൽ ഏരിയ ആയിട്ടുള്ള ഇപ്പൊ ഈ വാഗമൺ അല്ലെങ്കിൽ അകത്ത് ചെന്ന് പെടുന്നു, ആകെ പോയി. ഈ കാണുന്ന GPS സംവിധാനങ്ങളെല്ലാം അങ്ങ് പോയി. ഞാൻ ചോദിക്കാം, നിങ്ങൾ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ സാധാരണ ഞാൻ ചോദിക്കുന്നത്, ഈ ഭൂപ്രകൃതിയെ കുറിച്ച് നിങ്ങൾക്ക് വേറെ യാതൊരുവിധ മാപ്പോ ഒന്നും നിങ്ങളുടെ കൈവശമില്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് GPS സംവിധാനങ്ങളും മറ്റു, അതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെ അവിടുന്ന് പുറത്ത്? ഞാനൊരു 12 വർഷമായിട്ട് ബൈക്ക്, അല്ല കുറെ വർഷമായിട്ട് തന്നെ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഇനിഷ്യലി മുതലേ ഇവിടെ ഒന്നും ക്ലബ്ബില്ലാഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്താണ് ആദ്യത്തെ ക്ലബ്ബിൽ പോയി ജോയിൻ ചെയ്യുന്നത് 2012. അപ്പം ഈ ക്ലബ്ബുകൾ ഇപ്പോഴത്തെ കുട്ടികളും ഞങ്ങളുടെയൊക്കെ ജനറേഷനുള്ള കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ കുറച്ചുകൂടെ മെച്യൂരിറ്റി ലെവലുണ്ട്. ഇപ്പോൾ ഒരു റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തിട്ട് ആ പോകുന്ന സ്ഥലത്തെ പറ്റിയും അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ള ഫുൾ ഐഡിയ ഉണ്ടാവും ഈ റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്ക്. അദ്ദേഹമാണ് പ്രോപ്പർ വേയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഫുഡ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും സ്റ്റേഡ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ട്രയൽസ് ഇപ്പം അദ്ദേഹം കാണിച്ച പോലത്തെ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുന്നത് ഫുൾ അറിവോട് കൂടിയിട്ടാണ്. നന്നായിട്ട് പഠിച്ചതിന് ഒരു എങ്ങോട്ടാണോ പോകുന്നത് ആ സ്ഥലങ്ങളെ പറ്റി അവിടെ ഉള്ള കാര്യങ്ങളെ മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ആണല്ലോ നമ്മളിപ്പോ എല്ലാം റെഫർ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാർ, ആ ഒരു രീതിക്കല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മനുഷ്യന്മാരെ ചോദിക്കും നിങ്ങളപ്പോ എങ്ങനെ പുറത്ത് കിടക്കും? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.